കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്നാണ്. അനാവശ്യ വർണ്ണന, അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് ഒക്കെ ലൈംഗിക ചുവയോടെ അല്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. സഹപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന KSEB ഉദ്യോഗസ്ഥന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. അങ്ങനെ തള്ളിക്കൊണ്ടുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരെ കുറ്റകൃത്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ആ വിധിയും അന്ന് നടത്തിയ നിരീക്ഷണവുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് കേസ് പരിഗണിച്ചത് ഹൈക്കോടതി ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു. ഇന്നിപ്പോൾ വനിതാ ജഡ്ജാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കടുത്ത വാദങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ ഉയർത്തുന്നു. IPC അല്ല ഇപ്പോൾ നിയമം. ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ഭാരതീയ ന്യായ സംഹിതയനുസരിച്ച് കൂടുതൽ ഗുരുതരമായ വകുപ്പുകളാണ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കും ലൈംഗിക ആരോപണങ്ങൾക്കും ചുമത്തിയിട്ടുള്ളത്. ആ വകുപ്പുകളെ ചുമത്താൻ പറ്റൂ എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി പറയുന്നു. 75(1), 75(4) അടക്കമുള്ള വകുപ്പുകളാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തത് വിദേശത്തേക്ക് ഒളിവിൽ പോകാതിരിക്കാൻ എന്നുകൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുകയാണ്. സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനുള്ള അറസ്റ്റാണ്, തെളിവ് നശിപ്പിക്കാതിരിക്കാനുള്ള അറസ്റ്റാണ്, ഭീഷണിപ്പെടുത്താതിരിക്കാനുള്ള അറസ്റ്റാണ്. കൃത്യമായും എന്തിനായിരുന്നു അറസ്റ്റ് വേണ്ടിയിരുന്നില്ല എന്ന് പ്രതിഭാഗം പറയുമ്പോൾ അതിന് മറുപടി നൽകുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. ഒളിവിൻ പോകാൻ സാധ്യതയുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പ്രോസിക്യൂഷൻ പറയുകയാണ്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധ്യത മുന്നിൽ കണ്ട് വയനാട്ടിലേക്ക് അതീവ രഹസ്യമായി അന്വേഷണ സംഘം അവിടേക്ക് എത്തുകയും പുലർച്ചെ 4 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ 1000 ഏക്കർ റിസോർട്ടിന് ചുറ്റും വളയുകയും ചെയ്തത്. അപ്പോൾ ജാമ്യം നൽകരുത് എന്ന വാദമുഖങ്ങൾ നിർത്തുകയാണ് പ്രോസിക്യൂഷൻ. എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു പ്രോസിക്യൂഷൻ. അറസ്റ്റിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഒളിവിൽ പോയേനെ എന്നുള്ളതാണ്. അതിനാൽ 41 നോട്ടീസ് പ്രകാരം വിളിപ്പിക്കേണ്ട കാര്യമില്ല, അതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ വ്യവസായിയാണെന്നും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ആളാണെന്നും 30 മണിക്കൂറായി കസ്റ്റഡിയിലാണ് എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്കുള്ള മറുപടിയാണ്. ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. മാത്രമല്ല സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കാനും സാധ്യതയുണ്ട്. കാരണം താൻ ചെയ്ത തെറ്റല്ല എന്ന ഈ ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂർ വാദിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്താതിരിക്കാനും തെളിവ് നശിപ്പിക്കാതിരിക്കാനും കൂടിയാണ് ഈ അറസ്റ്റ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ പറയുകയാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയാണ്. ഈ കേസിൽ സമാനമായ അനുഭവങ്ങളുള്ള വേറെയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടി മൊഴി ശേഖരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കാനുള്ള പണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വലിയ വ്യവസായി എന്ന നിലയ്ക്ക് ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അറസ്റ്റ് എന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയാണ്. ജാമ്യം നൽകരുത് എന്ന വാദം ശക്തമായി ഉന്നയിക്കുന്നു പ്രോസിക്യൂഷൻ. സൈഫിനീസ, എന്തുകൊണ്ട് ജാമ്യം തടയണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ വാദമുഖങ്ങൾ തന്നെ നിരത്തുകയല്ലേ. എല്ലാത്തരം തെളിവുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഈ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം, ഭീഷണിപ്പെടുത്തിയേക്കാം, തെളിവുകൾ നശിപ്പിച്ചേക്കാം തുടങ്ങിയ വാദമുഖങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തുന്നു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളടക്കമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ?
സ്മൃതി, ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ്. ധൃതിപ്പെട്ടൊരു അറസ്റ്റിലേക്ക് കടന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിക്കുകയാണ്. നോട്ടീസ് നൽകി കാത്തിരുന്ന് വിളിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം സമൂഹത്തിൽ സ്വാധീനവും പണവും ഉള്ള ഒരാളാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ പ്രതി വിദേശത്തേക്ക് ഒളിവിൽ കടക്കാനും ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അറസ്റ്റിലേക്ക് കടന്നത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. IPC അല്ല ഇപ്പോഴത്തെ നിയമം, ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണ്. പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല എന്നും പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നും ജാമ്യം അനുവദിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരം മോശം കമന്റുകൾ ഇടുകയും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രോത്സാഹനമാകും എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് കൂടി തെറ്റായ സന്ദേശം നൽകും എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ്. ഇത്തരം മോശം പരാമർശങ്ങൾ, മോശം കമന്റുകളെല്ലാം തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടിയാകും കോടതിയുടേത്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയാണ്. ഈ വാദങ്ങൾ കോടതി മുഖവിലേക്ക് എടുക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ പറയാനുള്ള കാരണം കൃത്യമായി വിശദീകരിക്കുകയാണ്. പ്രതി സ്വാധീനമുള്ള ആളാണ്, പണമുള്ള ആളാണ്, വിദേശത്തേക്കോ അതല്ലെങ്കിൽ ഒളിവിൽ പോകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും യൂട്യൂബ് ചാനലുകൾ വഴിയും അതല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി എല്ലാം തന്നെ ഇത്തരം മോശം പരാമർശങ്ങൾ തുടരാനും സാധ്യതയുണ്ട്. ഇത്തരം പരാമർശങ്ങളെല്ലാം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും ഇപ്പോൾ ജാമ്യം നൽകിയാൽ. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത്.